എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു സ്റ്റേറ്റഡ് സ്റ്റോറീസ്. ഇന്നത്തെ നമ്മുടെ എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹൗ ടു ബി ജെൻറ്റിൽ ടു അവർ സെൽഫ്, നമ്മളോട് നമുക്ക് എങ്ങനെ കയ്യിലേക്കാം എന്നുള്ള ടോപ്പിക്കാണ്. അപ്പോൾ നമ്മുടെ ഇന്നർ വോയിസ് എല്ലാ ദിവസവും എപ്പോഴും നമ്മളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ അത് പക്ഷെ പുറത്തെ ആൾക്കാർക്ക് അത് കേൾക്കാനോ കാണാനൊന്നും പറ്റില്ല, പക്ഷെ എപ്പോഴും അത് നമ്മളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ അത് ചിലപ്പോൾ നല്ല കമ്മ്യൂണിക്കേഷൻ ആയിരിക്കാം, മറ്റു പല സമയങ്ങളും അത് വളരെ ക്രൂവൽ അല്ലെങ്കിൽ മോശം അല്ലെങ്കിൽ ഹാർഷ് കമ്മ്യൂണിക്കേഷനും ആയിരിക്കാം. അപ്പോൾ അത് ഈ ഹാർഷ് കമ്മ്യൂണിക്കേഷൻ വരുന്നത് മിക്ക സമയത്തും വരുന്നത് നമ്മുടെ പാസ്റ്റ് എക്സ്പീരിയൻസ്, നമ്മുടെ ഫെയിലിയർ, നമ്മുടെ അൺഫിനിഷ്ഡ് ടാസ്ക്, ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ വെച്ചായിരിക്കാം നമുക്ക് ഇത് വരുന്നത്. പക്ഷെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, നമ്മളൊരു ഫ്രണ്ട് ഈ ഒരു കാര്യം നമ്മുടെ അടുത്ത് വരികയാണ്, അല്ലെങ്കിൽ എനിക്കൊരു ഫെയിലിയർ ഉണ്ടായി, അല്ലെങ്കിൽ എനിക്കൊരു ടാസ്ക് ഫിനിഷ് ചെയ്യാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ് നമ്മുടെ അടുത്തേക്ക് വരുവാണെങ്കിൽ നമ്മൾ ഈ കാര്യങ്ങൾ ഈ നെഗറ്റീവായിട്ട് നമ്മൾ അവരോട് പറയും? ഒരിക്കലും ഇല്ല. നമ്മളവർ പോസിറ്റീവായിട്ട് സമാധാനിച്ച് വിടുക നമ്മൾ ചെയ്യാറുള്ളൂ. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് എന്നുള്ളതാണ് നമുക്കൊരു ചോദ്യം. അപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ എൻ്റെ ഫസ്റ്റ് യൂട്യൂബ് വീഡിയോ ചെയ്യാൻ വേണ്ടി ഞാൻ കുറേ അനലൈസ് ചെയ്തു, കുറേ റിസർച്ച് നടത്തി, കുറേ ടോപ്പിക്സ് ഷോർട്ട് ലിസ്റ്റ് ചെയ്തു, എഡിറ്റിംഗ് പഠിച്ചു, വീഡിയോ എങ്ങനെ റെക്കോർഡ് ചെയ്യണമെന്ന് പഠിച്ചു, അതെങ്ങനെ സേവ് ചെയ്യണം, അതെങ്ങനെ വോയിസ് എങ്ങനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യണം, ഈ കാര്യങ്ങളൊക്കെ ഞാൻ പഠിച്ചു. അവസാനം കുറേ കഷ്ടപ്പെട്ട് കുറേ വീഡിയോ റീടേക്കും അതുമൊക്കെ എടുത്ത് പലതവണ എടുത്തു, മാറ്റിയെടുത്തു, ഫ്രം ദി ബിഗിനിങ് എടുത്തു, പിന്നെ പകുതിക്ക് വെച്ച് കട്ടായപ്പോൾ പിന്നെയും സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ പല ഇത് ഹൈട്രേറ്റ് ചെയ്ത ശേഷം ഞാൻ എൻ്റെ ഫസ്റ്റ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തതിന് ശേഷം ഞാൻ ഉടനെ അതിൻ്റെ വ്യൂസ് കാര്യങ്ങളൊക്കെ നോക്കാൻ തുടങ്ങി. അപ്പോൾ ആ വ്യൂസ് അങ്ങനെ അധികം വ്യൂസൊന്നും ഇല്ല, 1-2 വ്യൂസൊക്കെ ആദ്യത്തെ ദിവസം വന്നുള്ളൂ, പിന്നെ 2 കൂടെ വന്നു. അങ്ങനെ മാക്സിമം ഒരു 5-6 വ്യൂസ് ആയിരുന്നുള്ളൂ. പക്ഷെ ആ ഒരു സിറ്റുവേഷനിൽ എൻ്റെ മനസ്സിനെ വളരെ നെഗറ്റീവായിട്ട് സംസാരിക്കാൻ തുടങ്ങി. എന്തിനാണ് ഇപ്പം ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത്, അതിപ്പോൾ ചെയ്തുകൊണ്ട് ഇപ്പോൾ ആരും കാണണമെന്നില്ല എന്നുള്ള എൻ്റെ ഒരു ഇന്നർ വോയിസ് എന്നോട് പറഞ്ഞത്. പക്ഷേ മറ്റുള്ള കാര്യം, അതായത് പുറത്തുനിന്നുള്ള ആൾക്കാർ ആരും എന്നോട് ഈ വക കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല. അതിൻ്റെ വോയിസ് കൊള്ളില്ലാന്നോ അല്ലെങ്കിൽ എൻ്റെ കോണ്ടന്റ് കൊള്ളില്ലാന്നൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ എൻ്റെ ഇന്നർ വോയിസാണ് ഇത്ര ഹാർഷായിട്ട് ഈ കാര്യങ്ങൾ എന്നോട് പറഞ്ഞത്. മനസ്സിലായി? അപ്പോൾ ഇതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ പലപ്പോഴും നമ്മുടെ ഫെയിലിയർ അല്ലെങ്കിൽ നമ്മുടെ എംബരാസ്മെൻറ്റ് ഇതുപോലത്തെ കാര്യങ്ങളായിരിക്കും നമ്മുടെ ഇന്നർ വോയിസ് എപ്പോഴും നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക ഇതിൽ നിന്ന്. അപ്പോൾ ഇങ്ങനൊരു സംഭവം അല്ലെങ്കിൽ ഫെയിലിയർ ആവുന്ന അല്ലെങ്കിൽ എംബരാസ്മെൻറ്റ് നമുക്ക് ഉണ്ടാകുമ്പോൾ നമ്മുടെ ഇന്നർ വോയിസ് നമ്മളോട് പറയും, ഇനി ആ കാര്യം ചെയ്യണ്ട, ആ കാര്യം അത് ചെയ്ത് ഇനിയും ഫെയിൽ ആവുന്നേക്കാൾ നല്ലത് അത് ചെയ്യാണ്ടിരിക്കുക, സേഫായിട്ടിരിക്കുക എന്നുള്ള ഇതാണ് ഇന്നർ വോയിസ് നമ്മളോട് ഇപ്പം പറയാം. പക്ഷേ നമുക്ക് വേറൊരു കാര്യം എന്താ പറയുക, നമ്മുടെ ഗ്രോത്ത് എന്ന് പറയുന്നത് വളരെ ഒരു അൺകംഫർട്ടബിൾ സംഗതിയാണ്. അപ്പോൾ അൺകംഫർട്ടബിൾ ലെവലിലേക്ക് നിന്നാലേ ഗ്രോത്ത് സംഭവിക്കുള്ളൂ. അപ്പോൾ ഈ ഗ്രോത്തിൻ്റെ ഒരു പ്രോസസ്സ് എങ്ങനെയാണ് നടക്കണമെന്ന് വെച്ചാൽ, ഫസ്റ്റ് ട്രൈ ചെയ്യും, പിന്നെ അത് നമ്മൾ ഫെയിലാവും, പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ ലേൺ ചെയ്ത സാധനം പിന്നെയും നമ്മൾ ട്രൈ ചെയ്യും. ഇങ്ങനെ പല ഈ സൈക്കിൾ പിന്നെയും ക്യാരി ഓൺ ചെയ്യും. അപ്പോൾ അങ്ങനെയാണ് ഈ ഗ്രോത്ത് സംഭവിക്കുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഒരു കൊച്ചുകുട്ടിയുടെ കാര്യം എടുക്കുക. ആ ഒരു കൊച്ചുകുട്ടി നടക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ആദ്യം വീഴും, പിന്നെയും ആ കുട്ടി എഴുന്നേൽക്കാൻ നടക്കാൻ ശ്രമിക്കും, പിന്നെയും വീഴും, പിന്നെയും അങ്ങനെ ഈ സൈക്കിള് കണ്ടിന്യൂ ചെയ്യും. ഇത് കണ്ടിന്യൂ ചെയ്യുമ്പോൾ ഈ കുട്ടി ഇതുപോലെ ഒരിക്കൽ എപ്പോഴെങ്കിലും വിചാരിക്കുകയാണ്, ഞാൻ എഴുന്നേറ്റ് നടക്കുമ്പോൾ വീഴും, അതുകൊണ്ട് സേഫർ സൈഡ് ഞാൻ നടക്കാണ്ടിരിക്കാൻ നടക്കണ്ട എന്ന് വിചാരിക്കുക. അങ്ങനെ ഓരോ കുട്ടികളും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? ആരും നടക്കില്ല. പക്ഷെ അങ്ങനെയല്ല സംഭവിക്കുന്നത്. കുട്ടികൾ വീണ്ടും എഴുന്നേറ്റ് നടക്കും, വീണ്ടും വീഴും, ഈ ഒരു സൈക്കിൾ പിന്നെയും ക്യാരി ഓൺ ചെയ്യുക. അപ്പോൾ ചെറുപ്പത്തിൽ നമ്മുടെ ഇന്നർ വോയിസ് നമുക്ക് തന്ന ആ ജെൻറ്റിൽനെസ് ആസ് എൻ അഡൽട്സ് നമുക്ക് ഇപ്പം നമ്മുടെ ഇന്നർ വോയിസ് തരുന്നുണ്ടോ? മിക്ക ആൾക്കാരുടെയും ഇത്രയും നോ എന്നായിരിക്കും. അപ്പോൾ ആ ഒരു അപ്രോച്ച് അല്ലെങ്കിൽ ആ ഒരു മൈൻഡ് സെറ്റിനാണ് നമ്മൾ മാറ്റി ഒന്ന് ചിന്തിക്കേണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ
ഒരു ഫ്രണ്ട് ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് ഞാൻ നിങ്ങൾക്ക് തരാം. അപ്പോൾ ആ ടെസ്റ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മുടെ ഒരു നെഗറ്റീവ് ഇത് നമുക്കുണ്ടായി, ഒരു ഇന്നർ വോയിസിൽ നിന്ന് നമുക്കൊരു നെഗറ്റീവ് റെസ്പോൺസ് നമുക്കുണ്ടായി. ഈ നെഗറ്റീവ് റെസ്പോൺസ് ഉണ്ടായി. അപ്പോൾ അതായത് ഐ കാൻ ഡു ദിസ് ഓർ ഐ എം എ ബിഗ് ഫെയിലിയർ എന്നുള്ളതായിരിക്കും നമ്മൾ നെഗറ്റീവ് റെസ്പോൺസ് ചെയ്യുക. പക്ഷെ ആ ഒരു ഇത് വരുമ്പോൾ തന്നെ നമുക്കതിനൊന്ന് കൺവേർട്ട് ചെയ്ത് വൈ ഐ ഫെയിൽ, ഐ ജസ്റ്റ് ഫെയിൽ ഇൻ ദിസ്, ഇഫ് ഐ കുഡ് ഹാവ് ലേൺ മോർ ആൻഡ് ഡൺ എഗെയിൻ, എനിക്കത് പിന്നെയും വിജയമാവും എന്നുള്ള ആ ഒരു ഓൾട്ടർനേറ്റീവ് നമുക്ക് അവിടെ കൊണ്ടുവരാൻ സാധിക്കണം. അങ്ങനെ ഓരോ കാര്യങ്ങളും, അല്ലെങ്കിൽ ഐ എം നോട്ട് ഫെയിലിയർ, ബട്ട് ഇഫ് ഐ ഹാവ് ലേൺ ദിസ്, ഐ കുഡ് ഹാവ് അച്ചീവ് ദിസ് എന്നുള്ള ആ ഒരു മൈൻഡ് സെറ്റിലേക്ക് നമ്മളെത്താം. മനസ്സിലായി? അതാണ് ഈ ഒരു വീഡിയോയുടെ മെയിൻ ഉദ്ദേശം. അതായത് നമുക്ക് ഇന്നർ ക്രിറ്റിക് അല്ലെങ്കിൽ ഇന്നർ വോയിസിനെ നമ്മളൊന്ന് വേറെ രീതിയിൽ നമ്മൾ എടുക്കുന്നു. അവിടുന്ന് ഒരു നെഗറ്റീവ് മെസ്സേജ് വരുമ്പോൾ നമ്മൾ ആ മെസ്സേജിന് നമ്മൾ ഇങ്ങനെ ഡീകോഡ് അല്ലെങ്കിൽ ഇന്റർപ്രറ്റ് ചെയ്താൽ മതി. അതായത് ഐ എം എ ഫെയിലിയറിന് പകരം നമ്മൾ എന്ത് ചെയ്യുന്നു, ഐ ഫെയിൽ ദിസ് ടൈം, ബട്ട് നെക്സ്റ്റ് ടൈം ഐ വിൽ ലേൺ ദീസ് such things and I'll സക്സീഡ് എന്നുള്ള ആ ഒരു കാര്യം അവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ, അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് അവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും ഗ്രോത്ത് വരും. നമുക്ക് എന്തായാലും ഗ്രോത്ത്, ആ ഒരു സമയം തൊട്ടും ലേണിംഗ് മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ എന്തായാലും അവിടെ ഒരു ഗ്രോത്ത് വരും. അപ്പോൾ ഞാൻ ഇത്രയും കാര്യങ്ങൾ പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ ഇതുപോലെ നമ്മുടെ ജേണിയിൽ, നമ്മുടെ ലൈഫ് എന്ന ജേണിയിൽ നമ്മളുടെ കൂടെ നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ ലൈഫിലാവും. അപ്പോൾ ഇതുപോലെ പല കാര്യങ്ങളും നമ്മുടെ മനസ്സിൽ വരും. സക്സസ് വരും, ഫെയിലിയർ വരും. അതുപോലെ തന്നെ പല കാര്യങ്ങളും നമ്മൾ ചെയ്തൊക്കെ നമുക്ക് അക്കംപ്ലിഷ് ആയിട്ട് തോന്നിയിട്ടുണ്ടാവില്ല. പിന്നെ പല കാര്യങ്ങളും നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്തൊക്കെ അത് മറ്റുള്ളവരെ അക്നോളജ് ചെയ്തിട്ടുണ്ടാവില്ല. അങ്ങനെ പല സിറ്റുവേഷൻസിലും നമ്മൾ വരും, അല്ലെങ്കിൽ നമുക്ക് അക്രോസ് വരും. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മുടെ ഇന്നർ വോയിസ് ഇങ്ങനെ ഇപ്പോൾ ഒരു ക്രിപ്റ്റിക്കിനേക്കാൾ ഉപരി ഒരു സപ്പോർട്ടർ എന്നുള്ള രീതിക്ക് പറയുകയാണെങ്കിൽ, അത് നമ്മുടെ ലൈഫിനെ അല്ലെങ്കിൽ നമ്മുടെ മൈൻഡ് സെറ്റിനെ അല്ലെങ്കിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ വളരെയധികം ഉപകരിക്കും. അപ്പോൾ നിങ്ങളും ഇന്ന് ദിവസത്തെ ഈ ഒരു ഫ്രണ്ട് ടെസ്റ്റ് നിങ്ങൾ ചെയ്യുക. നിങ്ങൾ ചെയ്തിട്ട് നിങ്ങളുടെ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളതിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്, നിങ്ങൾ എന്തൊക്കെയാണ് നിങ്ങളുടെ ഈ നെഗറ്റീവ് തോട്ട്സ്, അതിൽ നിങ്ങൾ എങ്ങനെ പോസിറ്റീവ് തോട്ട്സ് ആക്കും എന്നുള്ള ആ ഒരു കാര്യം നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻ്റ് ഇടുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് കമൻ്റായിട്ട് നിങ്ങൾക്ക് രേഖപ്പെടുത്താം. അപ്പോൾ until next time, see you with a new video, a new content. എല്ലാവരും ഉഷാറായിട്ടിരിക്കുക. Thank you all once again. Keep in touch.